മലയാളമുള്ള കാലത്തോളം മായാത്ത എഴുത്തുകാരനാണ് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആ കഥകളും കഥാപാത്രങ്ങളും നമുക്കൊപ്പമുണ്ട്. സമകാലികരായ എഴുത്തുകാരിൽ പലരും പരത്തി എഴുതിയപ്പോൾ ബഷീർ അനുഭവങ്ങളെ ആറ്റിക്കുറുക്കി എഴുതി. വെട്ടിയും തിരുത്തിയും കഥാവഴികളെ തെളിച്ചമുള്ളതാക്കി. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു മഹാനായ ആ എഴുത്തുകാരൻ്റെ ജനനം. അദ്ദേഹം അലഞ്ഞു തിരിയാത്ത നാടുകളും ചെയ്യാത്ത ജോലികളും കുറവാണ്. ആ അനുഭവ പ്രപഞ്ചമാണ് ബഷീർ കഥകളുടെ കാതലുറപ്പിന് കാരണം. എഴുത്തിൽ പല ഇസങ്ങളും ഉദിച്ചസ്തമിച്ചിട്ടും ബഷീർ കൃതികൾ പുതുമ നഷ്ടമാകാതെ കാലാതീതമായി തുടരുന്നു. ഭഗത് സിംഗിനെ പോലെ മീശ പിരിച്ചു വെച്ച് തൊപ്പി ധരിച്ചു നടന്ന ഒരു കാലമുണ്ടായിരുന്നു ബഷീറിന്. സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ താലത്തിൽ വെച്ച് നീട്ടുകയില്ലെന്നും സായുധ പോരാട്ടത്തിലൂടെ പിടിച്ചു വാങ്ങണമെന്നും ഉറപ്പിച്ചിരുന്ന വിപ്ലവ വീര്യത്തിന്റെ നാളുകൾ. ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണത്തിലൂടെ പോലീസിന്റെ കണ്ണിലെ കരടായി മാറി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിലിൽ കിടക്കുകയും ചെയ്തു.